ഒക്കെ കൂടെ സൗണ്ട് കേട്ടപ്പോൾ എന്താ തോന്നിയത്? ഉമ്മച്ചിക്ക് ഒരു പണി കൊടുക്കണ്ടേ? എനിക്ക് ഇത്രയും പണി തന്നാൽ ഉമ്മച്ചിക്കും ഒരു പണി കൊടുക്കണ്ടേ? തവളാച്ചി ഏറ്റവും പേരുള്ള സാധനമാണ് ഈ തോക്ക്. അഞ്ചൂട്ടുണ്ട്, അതിനെ കാണാനില്ല. പൊന്നോ പരിപാടി മൈലാഞ്ചിരിയാണ് കേട്ടോ. But it didn't turn out that way. It's been heavy and we're starting to break, but I hope you'll be okay. ഹേ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്ക്. അപ്പോൾ ഞങ്ങൾ ഈദ് മുബാറക്കിന് മുമ്പായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഈദ് മുബാറക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടൗണിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഐഷയെന്നാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും നിച്ചുട്ടിയും എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഇതിലങ്ങനെ ആരും ഇല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് മാത്രം ഞങ്ങളെ ഷോപ്പിങ്. അപ്പോൾ ഞാൻ ഡ്രസ്സ് പർച്ചേസ് ചെയ്തത് ഐഷയിൽ നിന്നല്ല, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊരു പേജിൽ നിന്നായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട് മേടിച്ചതാണ്, കുഴപ്പമില്ല കേട്ടോ, നല്ല ഡ്രസ്സായിരുന്നു. അപ്പോൾ അതിൻ്റെ കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈദ് മുബാറക്ക്. അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ ഇച്ചിട്ട് ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കപ്പനോട് ഫുഫു. അപ്പോൾ അത് കാണിച്ചതാ കേട്ടോ. ഒറ്റയ്ക്ക് ഉണ്ടാക്കി ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആർക്കും വേണ്ടാന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ കുറച്ചുണ്ടാക്കിയിട്ടുള്ളേനു, എന്നിട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം ഉണ്ടാക്കിയ സ്പെഷ്യൽ ഫുഡാണ് ഫുഫു. ഫുഫു ആഫ്രിക്കൻസിന്റെ സ്പെഷ്യൽ ഫുഡാണെന്നാ പറഞ്ഞേ. പൂളങ്ങനെ ആക്കുന്നത്. അത് എങ്ങനെയുണ്ട്? ചിക്കൻ കറിയിൽ മുക്കുന്നു. ആയില്ല കേട്ടോ, ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം, എന്നാലേ കിട്ടുള്ളൂ. ചിക്കൻ കറിയിൽ മുക്കുന്നു. ആമ്മ മുക്കുന്നു തിന്നുന്നു, മുക്കുന്നു തിന്നുന്നു. ഒരു ചിക്കൻ വേണ്ട, അതുകൊണ്ടൊന്നും എനിക്ക് വേണ്ട. അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ എനിക്ക് ഇമ്മച്ചി തന്നതാണ് ഇത്. ഇതിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ട് കേട്ടോ. കുയിങ്ങാത്ത പൂള മിക്സിയിലിട്ട് അരച്ചാണ്ട് വിട്ടാണ്ട് നമ്മള് ഇതാക്കിയിട്ടുണ്ട്. നാട്ടിൽ ഈദ് മുബാറക്കിന്റെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള രാത്രി വരെയുള്ള വീഡിയോ നമ്മൾ ഇടും ഇൻഷാ അല്ലാ ഇടുന്നത്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ മെഹന്തി ഇടാൻ പോവാണ്. പെരുന്നാൾക്ക് മെഹന്തി ഇടാൻ പോവാണ്. ഡിസൈനൊക്കെ ഫോണിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. കയ്യിലിട്ടിട്ടുണ്ട് കണ്ടോ. അഞ്ചുട്ടൻ്റെ കാട്ടെ, അഞ്ചുട്ടൻ്റെ കാണിക്കേ. ഉമ്മച്ചിട്ടെന്നത് ഇതാണ് അഞ്ചുട്ടൻ്റെ. അഞ്ചുട്ടൻ അത്ര മതി. അഞ്ചുട്ടൻ പെൺകുട്ടിയൊന്നുമല്ലല്ലോ. അത് മതി. അമ്പിളി മാമൻ്റെ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അമ്പിളി മാമനൊക്കെ ഇടണോ, അമ്പിളി മാമനൊക്കെ ഇടണോ? ഇതെന്താ 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 ഇത് അമ്പിളി മാമ വാല് വന്നിണെന്ന് മാത്രം. നല്ല അമ്പിളി മാമയാണത്. അത് വേണ്ട. ഈദ് മുബാറക്ക് പറഞ്ഞോ? നമുക്ക് ഈദ് മുബാറക്ക് പറയില്ല. എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇങ്ങോട്ട് നോക്കി പറയും. എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഇവരിവിടെ മൈലാഞ്ചിരിയാണ് കേട്ടോ.
ഈദിൻ്റെ തലേന്ന് എനിക്കും മൈലാഞ്ചി ഇടണം ഗൈസ്. എനിക്കൊരാഗ്രഹം. പക്ഷേ നിച്ചുട്ടി ഇട്ടത് ബിഗ് ബി ആണ് കേട്ടോ. ഞാനിതാട്ടുന്നത് ഓർഗാനിക് ഹെന്ന. എനിക്കിതാ ഇഷ്ടം. അപ്പോൾ ഇത് ഇടണം എന്നാണ് ആഗ്രഹം. അത് ഞാൻ വീഡിയോ എടുത്ത് തരാം ഗൈസ്. ഞാൻ വീഡിയോ എടുത്ത് തരാം. ഇത് അപ്പോൾ ഞാൻ നാളത്തെ ഔട്ട്ഫിറ്റ് കാണിക്കണോ? ഇപ്പം കാണിക്കണം. അത് സർപ്രൈസ്. അതാരും കാണിക്കരുത്. സർപ്രൈസ്. എൻ്റെ കൈമലാക്കി. ബിഗ് ബി ആണെങ്കിൽ തൊടുമ്പോൾ തന്നെ ചോക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെയാണ് ഞാൻ ഇന്ന് ഇട്ടത്. ഇട്ടത് കഴിഞ്ഞ പ്രാവശ്യം 2 പെരുന്നാൾ ലേനോ, വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും അതിന് 2 പ്രാവശ്യം ഞാൻ ഇട്ടത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഏറ്റവും പേരുള്ള സാധനമാണ് ഈ തോക്ക്. അഞ്ചിട്ടാ ഷൂട്ട് ഷൂട്ട് ഉണ്ടോ? അങ്ങനെ ഞാനും ഇട്ടു ഗൈസ് മെഹന്തി. എനിക്ക് മെഹന്തി ഇടാനൊന്നും അറിയില്ല. ഞാൻ എന്തൊക്കെയോ കാട്ടി വാരി പൊത്തി എങ്ങനെയൊക്കെയോ ആക്കിയിട്ടതാണ് കേട്ടോ. എന്നെ ആരും കളിയാക്കരുത്, പരിഹസിക്കരുത്. എനിക്കറിയണ കോലത്തിൽ ഞാൻ ഇട്ടതാണ്. എന്തായാലും ഞാൻ ഇട്ടിട്ടുണ്ട്. സുന്നത്താണല്ലോ. സമയം രാത്രി 1:30 ആയിട്ടുണ്ട് കേട്ടോ. അഞ്ചൂട്ട നല്ല ഉറക്കില്ല. അപ്പോൾ നമ്മളെ ഈദ് മുബാറക്കിൻ്റെ നേരം വെളുത്തിട്ടുണ്ട്. ഇപ്പോൾ ബിരിയാണിയൊക്കെ റെഡിയാണ്. മസാല അമ്മ അവിടെ ബിരിയാണി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ബിരിയാണി, ബീഫ് വരട്ടിയത്, പായസം, പിന്നെ അയ്യോ ഒക്കെ പോയി. ഇനി ചിക്കൻ ഫ്രൈ. ഇതൊക്കെയാണ് കേട്ടോ അന്ന് പെരുന്നാൾക്കുള്ള സ്പെഷ്യൽ. പിന്നെ തൈര്. പിന്നെ ഇവിടെ ഒരു മണവാട്ടി ഉണ്ട്. ഒരു മണവാട്ടി ഇവിടെ ഉണ്ട്. ഇങ്ങനെ സ്ട്രൈറ്റൈൻ ചെയ്യുന്നൊരു മണവാട്ടി ഉണ്ട്. നോട്ടെ സ്ട്രൈറ്റർ നോക്കട്ടെ. പുതിയൊരു സ്ട്രൈറ്റർ കിട്ടിയതുകൊണ്ട് കൂടി പിന്നെ അതന്നെ പരിപാടിയാക്കുന്ന ഒരു മണവാട്ടി ഉണ്ട് ഇവിടെ. നോട്ടെ ഇങ്ങോട്ട് തിരിയേ. സ്ട്രൈറ്റൈൻ ചെയ്തോ നോട്ടെ. ഇങ്ങോട്ട് തിരിയേ. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രൈറ്റൈൻ ചെയ്തത്. ഇങ്ങോട്ട് ആ ഭാഗം കാണിക്ക്. ഇങ്ങോട്ട് തിരിയേ. മൈലാഞ്ചി. ഞാനും മൈലാഞ്ചി ഇട്ടിട്ടുണ്ടോ ഗൈസ്? അഞ്ചുട്ടൊക്കെ അഞ്ചുട്ടിന് കാർട്ടൂൺ ഇട്ട് കൊടുത്ത് മാമു കഴിക്കുകയാണ്. മാമു എന്നാ അവന് പറയാ. പക്ഷെ മൈലാഞ്ചി കാട്ടി.
അപ്പോൾ നിച്ചുട്ടി എന്നോ റൂമിൽ കയറി വാതിലടിച്ച് കുത്തിയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പോയേക്കാൻ പോവാണെന്നില്ല, ഓളെ കാണാതെ ബാക്കിലൂടെ നമുക്ക് പോയേക്കാം. ഓളെന്താ ചെയ്യണത് കേട്ടോ. ഈ ചെറലിലൂടെ നടക്കുന്ന സൗണ്ട് കേട്ട് ഓഫാക്കി, ലൈറ്റ് ഓഫാക്കി ഓടിപ്പോയി. ചുട്ടേ എനിക്ക് ബാക്കിൽ കൂടെ സൗണ്ട് കേട്ടപ്പോൾ എന്താ തോന്നിയത്? അപ്പൊ മനഃപൂർവ്വം എടുത്തതാ? ഇവിടെ കുറ്റിട്ടിരുന്നപ്പോ എന്താ ഓട്ടുന്നുണ്ട് ഇനി? ആരും പഠിച്ചൂലേ? കുറ്റി തുറന്നാണ്ട് ഓട് ഉമ്മ അവിടെ ആരോ ഉണ്ട്. എൻ്റെ അമ്മോ, കോമഡി തന്നെ അത്, ഭയങ്കര കോമഡി തന്നെ, റിച്ച് കോമഡി. കണ്ടിട്ടില്ലോ? ഇങ്ങോട്ട് ഓടി വന്ന് വാതിൽ കുറ്റിട്ട്. എന്നിട്ട് എനിക്ക് എന്താ തോന്നിയത്? എന്താ തോന്നിയത്? ജനവാതിൽ തുറന്നിട്ട് അത് അറിഞ്ഞില്ല? തുറന്നിട്ടതോ? തുറന്നിട്ടേ ഞാനോ? ജനവാതിലവിടെ തുറന്നിട്ടിനല്ലോ ഇയ്യേ. ഞാനോ? ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ കുറ്റി തുറന്ന ഓടിയത് എന്തിനേ? അപ്പൊ അതിക്കൂടെ ഒരു ഓലക്കൂടെയൊക്കെ വരികയാണെങ്കിലോ? ഇയാടെ അപ്പിട്ടില്ലേനോ? അതിക്കൂടെ നടന്ന് സൗണ്ട് കേട്ടപ്പോ ആരും പേടിച്ചു, നടക്കാൻ പേടിച്ചു. ഒരു ദിവസം നിങ്ങള് നൊറൂന്ന് ഓർമ്മ ഉണ്ടോ നിങ്ങക്ക്? ഇല്ല. ഒരു കള്ളം കയറിയിട്ട് നിങ്ങൾ അറിഞ്ഞു വണ്ടി. ഞാൻ ഇറങ്ങി വേണ്ടിയിട്ടൊന്നുമില്ല. വണ്ടിയില്ല, നിങ്ങൾ ഉപ്പമാരെ വിളിച്ച് പേടിയിട്ട് അവിടെ അപ്പിട്ടില്ലാതുള്ളൂ. കുമ്പളപ്പം ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കാം കേട്ടോ ഗൈസ്. ഇത് അതിന് വേണ്ടിയിട്ടുള്ള ലീഫ് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങ ചിരവിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ തേങ്ങ ചിരവുകയാണ് കുമ്പളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കരപ്പാനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേന് ഞാൻ തേങ്ങ ചിരവി മുഴുവനാക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇലനോണ്ട് കുമ്പിളുത്തു കേട്ടോ. കുമ്പളൊക്കെ കുത്തി ഇതിൻ്റെ ഉള്ളിൽ മാവ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്യാൻ പോവുകയാണേ. ഇങ്ങനെ ഒരു ഉരുളാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാം.
അപ്പോൾ ഞാൻ രണ്ടാമത് മേലെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യാണ്. ഈ കുട്ടകം വെക്കുക. എന്നിട്ട് ഇത് തിളച്ചോട്ടെ. അങ്ങനെ നമ്മളെ കുമ്പിളപ്പം മൊത്തം ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആവി വരുന്നുണ്ട്, പക്ഷെ വന്നിട്ടില്ല. ഞാൻ ഇപ്പം വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പം അഞ്ചൂട്ടം വന്ന് പപ്പട തിന്നാ വെള്ളം കുടിക്കുക. കളിച്ച് വന്നതാ. ഇങ്ങോട്ട് നോക്ക് പൊന്നൂട്ട ഇങ്ങോട്ട് നോക്ക് പപ്പട കുഞ്ഞ്. ഉമ്മച്ചിക്ക് അഞ്ചൂട്ടുണ്ടായി, ഞാൻ കാണാനില്ല. ഉമ്മച്ചി പൊന്നോ അവിടെ ഉണ്ടോ? ഹെൽമെറ്റ് വെച്ച് നടക്കുക, റൈഡിന് പോവുക. ഓക്കെ ബൈ ഷിയോ.